ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടാത്താസ് വ്ളോഗ്. സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? പിന്നില്ലേ, ഇന്നും NCC ഉണ്ട് കേട്ടോ. സാധാരണ മൺഡേ ക്ലാസ് ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇന്ന് NCC ഉണ്ട്. 24-ാം തീയതി വെക്കേഷൻ ആവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് 23-ാം തീയതി ക്രിസ്മസ് പരിപാടിയാണ് കോളേജിൽ. ഞാൻ എന്തായാലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ റെഡി ആയിപ്പോയി. എന്തായാലും ഞാൻ പോയി ചാടിക്കട്ടെ. ഇന്ന് നേരത്തെ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ലേറ്റായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ 4:30 എണീച്ച്, അതുകൊണ്ട് ഇന്ന് നേരത്തെ ആയി. അപ്പം ഞാൻ ചാടിച്ചിട്ട് വരാം കേട്ടോ. ബസ് സ്റ്റോപ്പ് വരെ ഏട്ടനെ ആക്കി തന്നെ രാവിലെ തന്നെ. മാർഗംകളിന്റെ ആളത്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പരേഡ്? ഒരു പോകട്ടെ തന്നെ മതിയായി പോയി. ഞങ്ങള് നെമ്പുപ്പാനി കുടിച്ചിരിക്കല്ലേ. ചന്ദന പോയി. എന്തിനാ എന്താ പരേഡ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇഷ്ബ എങ്ങനെയുണ്ട് ഇന്നത്തെ പരേഡ്? എന്നെല്ലാം കിട്ടിയ ഇഷ്ബ തീർന്ന്, പുതിയ നാമനിർദ്ദേശവും കഴിഞ്ഞു. ഇവിടെ ഡാൻസ് എല്ലാരും ദേഷ്യത്തിലാ. എന്താ പ്രശ്നം? ഇമ്പോസിഷൻ കിട്ടി, പിന്നെയും കിട്ടി. എത്ര പ്രാവശ്യം കിട്ടി? ഇപ്പൊ 100 പ്രാവശ്യം ഉണ്ട്, 200 പ്രാവശ്യം ഉണ്ട്, എല്ലാം കൂടി 300 പ്രാവശ്യം പിന്നെയും കിട്ടി. അടുത്ത റീ ഓപ്പണിംഗ് ആകുമ്പോഴേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇവിടെ കൊറേ എന്തൊക്കെയാ പറയുന്നു. രാവിലെ പണിഷ്മെന്റ് എടുക്കുക പരേഡ് ചെയ്യാന്ന് പറയുമ്പോ ഭയങ്കര ടയർഡ്, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. പക്ഷെ ഇന്ന് ചായക്കടി കിട്ടി. വരുന്നത് പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു ഗൈസ്. നിമ്പുപാനി രസമുണ്ട്, പക്ഷെ കടി കിട്ടിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. കാരണം എന്താ കുറെ പണിഷ്മെന്റ് ഇതൊക്കെ മിസ് ചെയ്യൂലേ? പണിഷ്മെന്റ് ഒക്കെ മിസ് ആലോചിക്കാതൊക്കെ ഒന്നും ഇല്ലാത്തൊരു പരേഡ്. അതെ, അതൊക്കെ മിസ് ചെയ്യും. പണിഷ്മെന്റ് ഒക്കെ മിസ് ചെയ്യും. പുതിയൊരു ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. എല്ലാ ദിവസവും ബിരിയാണി സ്വപ്നം കണ്ടാണ് ഞങ്ങൾ പരേഡിൽ വരുന്നത്. മാർഗംകളിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഓടിന്റെ പെണ്ണ് കാണുകയൊക്കെ അത് ഞാനല്ല, സംഭവം ശരിയാണ്. അതിന്റെ ട്വിൻ സിസ്റ്ററാണ്. ഫാൻസ് അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഫാൻസാ. കേട്ടോ വന്ന് അത് കൂടെ വരുന്നിട്ട് ഇങ്ങോട്ടേക്ക്. പക്ഷെ മതിൽ ചാടാൻ കഴിയൂല. അപ്പോൾ ഗായ്സ്, ഞാനില്ലേ വീട്ടിലെത്താൻ കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ഞാൻ വീട്ടിലെത്തുക. നന്നായിട്ട് കുഴങ്ങി സംഭവം. ഇന്ന് നല്ല പരേഡ് ചെയ്യിച്ചിരുന്നു. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഞാൻ എന്തായാലും വേഗം പോയി കുളിച്ച് വന്ന് ചിലപ്പോൾ ഞാൻ ഉറക്കം വരുന്നുണ്ട് നല്ല. അപ്പം എന്തായാലും നമുക്ക് കാണട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്, ഞാൻ ഫ്രഷൊക്കെ ആയിട്ട്. അപ്പോൾ ഗൈസ്, ഞാനില്ലേ ഫ്രഷായി വന്നിട്ടോ. തണുപ്പേ മേലെ ഞാൻ പോയപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ കേരളത്തിലും തണുപ്പ് പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് ഈ വർഷമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കൂടുതൽ തണുപ്പായിട്ട് തോന്നിക്കുന്നത്. രാവിലെയൊക്കെ കുളിക്കാൻ മടി. നിങ്ങൾക്കൊക്കെ ഉണ്ടോ മടി? എനിക്ക് ചെറുതായിട്ട് ജലദോഷം വന്നിട്ടോ, തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട്. പിന്നെ അല്ലേ ഞാനല്ലേ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഞാനൊരു പച്ചക്കറി കണ്ടിട്ടോ. മീൻസ്
വ്യത്യാസമില്ല, പക്ഷെ എന്നാലും നമ്മളെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ആദ്യം കിട്ടലിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 4-5 വർഷം 4-5 വർഷമായിട്ടാണ് ഇതിവിടെ കാണുന്നത്. ഇനി നിങ്ങളവിടെയൊക്കെ കിട്ടലുണ്ടേനോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ഭാഗത്ത് എന്തായാലും ഇല്ലായിരുന്നു കേട്ടോ. മീൻസ് ചിലപ്പോൾ വലിയ വലിയ മാർക്കറ്റിലൊക്കെ കിട്ടാം, പക്ഷേ ചെറിയ ചെറിയ മാർക്കറ്റിലൊന്നും ഇല്ലായിരുന്നു ഈ ഷോപ്പിലൊക്കെ. പക്ഷെ ഇപ്പോൾ ഞങ്ങളിവിടെ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ ഇത് കൊണ്ടുപോയി വെക്കണ്ടേ കേട്ടോ. അപ്പം ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നല്ലമ്പോക്ക് പൂ മോഡല് ആക്കി വെച്ചത് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്താന്ന്? ഇതില്ലേ പച്ചപ്പട്ടാണി കേട്ടോ. ഇതില്ലേ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ കുറേ ഇല്ലേ, എൻ്റെ അമ്മ കൃഷി ചെയ്തിരുന്നു. ഞാനിത് കുറേ പറിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ സംഭവം നാട്ടിൽ നിന്ന്. പിന്നില്ലേ ഇതിൻ്റെ മീൻസ് ഒരു ചെറിയ തൈ മേലിട്ടുണ്ടാവുക. അങ്ങനെ അതിൻ്റെ ഇല്ലേ ഇതിൻ്റെ ഇലയില്ലേ നമ്മൾ ചീര ഉണ്ടാക്കും, പിന്നെ കറിയിലൊക്കെ മീൻസ് ഇപ്പോൾ കിഴങ്ങ് വെച്ചിട്ട് കറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ പട്ടാണി ഇത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഇതും വെച്ചിട്ടുണ്ടാക്കും, പിന്നെ പനീർ വെച്ചുണ്ടാക്കും, കിഴങ്ങ് വെച്ചുണ്ടാക്കും, പലതരം ഉണ്ടാക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. എനിക്ക് അമ്മ ഈ എടുക്കണ പണി തന്നുണ്ടല്ലോ, തൊളിക്കിനെ മീൻസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകുതിയോളം കഴിക്കും. അതങ്ങനെ അമ്മ തരല്ലേ, ഇത് ഞാൻ നിർബന്ധിച്ച് വാങ്ങി. ഞാനില്ല ഇതിപ്പോൾ ഈ വർഷം ഇന്നാണ് കിട്ടുന്നത് കേട്ടോ. കുറേ ആയി ഇത് കഴിച്ചിട്ട്, നല്ല ടേസ്റ്റാണ്. ഞാൻ വേണമെങ്കിൽ ഫുള്ളും കഴിക്കിരുന്നിട്ട് പിന്നെ കറിക്കുണ്ടാവില്ല, അപ്പം എനിക്ക് ചീത്തേക്കും, അതൊന്നും വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ? നല്ല ടേസ്റ്റ് ഉള്ളത് ഒന്ന് തുറന്ന നിറച്ചു. ഇത് ഫ്രഷാണ് കേട്ടോ, നല്ല. നിങ്ങളാരും ഇതിൻ്റെ കൃഷി കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ കൃഷി കണ്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി, കിഴങ്ങ്, കോളിഫ്ലവർ, അങ്ങനത്തെ പലതരം നമ്മൾ ക്യാരറ്റ്, ഇതിൻ്റെയൊക്കെ ഞാൻ കൃഷി കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ ബീഹാറിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെയൊക്കെ കൃഷികൾ, നെല്ല്, അതിൻ്റെയൊക്കെ. ഞാൻ എന്തായാലും പോവാണെങ്കിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോണ ടൈം കൃഷിൻ്റെ സീസൺ ആവില്ല, വേറെ എന്തിൻ്റെയൊക്കെ ആവും. വെക്കേഷനിലാണല്ലോ പോവുക ആ ടൈമിൽ, അതുകൊണ്ട് ചിലപ്പോഴേ കാണിക്കാൻ കഴിയും. ഞാൻ എന്തെങ്കിലും നോക്കാം കേട്ടോ. ഇന്നില്ല ഇതിൻ്റെ കറിയും പിന്നെ പൊറോട്ട, ബിഹാറി സ്റ്റൈൽ പൊറോട്ട ഇട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാൻ പോണേ. ഞാൻ എന്തായാലും ഇതൊക്കെ പോയി എടുത്തെടുക്കട്ടെ, അല്ലെങ്കിൽ ലേറ്റ് ആവും കേട്ടോ. ബൈ ബൈ. ഇതാട്ടോ ഇവിടെ പനീർ വാങ്ങിയിട്ടുണ്ട്. മട്ടർ പനീരാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. മട്ടർ പനീർ ഇതാട്ടോ ഇതെടുത്തത്. ഇതിന് ഹിന്ദിയിൽ ചീമി എന്നാണ് പറയുക അല്ല അമ്മ? നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇവിടെ പനീർ ഫ്രൈ ചെയ്യാത്ത മമ്മിക്ക് ജലദോഷം പിടിച്ച് ഉള്ളി മുട്ടണ്ട കരയണ്ട അമ്മ, സാറില്ല, കരയണ്ട. ഉള്ളി മുറിച്ചിട്ട് ഉള്ളി കരിപ്പിച്ച അമ്മനെ, സാരില്ല. ഇവിടെ ഇല്ലേ പനീർ ഫ്രൈ ആയിട്ടോ. എന്നിട്ട് ഇവിടെ അമ്മ എനിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി തരാം കേട്ടോ. ഈ കപ്പില്ലേ എൻ്റെ 4ാം ക്ലാസ്സിലെ കപ്പാട്ടോ. എനിക്കില്ലേ മിസ് തന്നത് കേട്ടോ. എന്തിനറിയോ? മലയാളം പ്രസംഗം പറഞ്ഞതിന്. സംഭവം എനിക്ക് പ്രൈസൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും മിസ്സിന് ഇഷ്ടമായി. ഒരു ഹിന്ദിക്കുട്ടി മലയാളം പ്രസംഗം പറഞ്ഞല്ലോ എന്ന് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ മിസ് തന്നതാട്ടോ. ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കപ്പ്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടിയതാ. സൂപ്പർ അല്ല അമ്മ? ഇവിടെ ഇല്ലേ പനീർ ഫ്രൈ ആയി കഴിഞ്ഞിട്ടോ.
ആ ടേസ്റ്റ് വേണമ്മ വേണം വേണ്ട എന്തായാലും പോയി ബൂസ്റ്റ് എടുത്തരാം ഇവിടെ തട്ടാ അമ്മ ഓയില് എന്തെന്താ അമ്മ ബേ ലീഫും കുറച്ച് ഉണക്കമുളകും വെച്ചിട്ടുണ്ട് എന്താ അമ്മ ഇവിടെ എൻ്റെ കോഫി അല്ല ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ട പിന്നെ കുറച്ച് നല്ല ജീരകം ഞങ്ങൾ നല്ല ജീരകം കേട്ടോ യൂസ് ചെയ്യാം ഇനി എന്തെങ്കിലും അമ്മ ഇല്ലല്ലോ ഇതിലില്ലേ അമ്മ ഉള്ളി ഇട്ടിട്ടോ പിന്നെ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും എൻ്റെ ഫ്രണ്ടിൻ്റെ കോള് വന്നേ അങ്ങനെ ഞാൻ ഓളോട് സംസാരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ ഇതിൽ ഉള്ളിയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞേ സാരില്ല ഇത് നല്ല മിക്സ് ചെയ്യാ ഇതിൽ മസാല വെക്കും ഇതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അല്ലേ അമ്മ ഞങ്ങളെ വീട്ടിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡാട്ടോ കഴിക്കുക എനിക്ക് സ്പൈസി ഇഷ്ടം ബിരിയാണി ഇഷ്ടം അമ്മ അത് വേറെ ടേസ്റ്റ് അത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ ബിരിയാണി കഴിച്ചു ഇന്ന് NCCയിൽ ബിരിയാണി കഴിച്ചു കുറച്ച് ഉപ്പിട്ട് ഉഷാറായി പക്ഷെ ബിരിയാണിന്റെ പകരം പണിഷ്മെന്റും കിട്ടിയല്ലോ കൊറേ ബിരിയാണി ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അമ്മ എന്താണ് പട്ടാണി ഇട്ടിട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പനീർ എപ്പോഴാണ് വെക്കുക കുറച്ച് ടൈമിൽ പറ അമ്മ നല്ലൊരു പച്ച കളർ അല്ലേ പട്ടാണി പച്ച കളറിനെല്ലാം ഉണ്ടാവുക അല്ലമ്മ എന്താ പനീർ മട്ടർ പനീർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മട്ടർ പനീർ പുറത്തുനിന്നൊക്കെ മട്ടർ പനീർ ഗോബി ഗരം മസാല ഗോബി മഞ്ചൂരി അതൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് വേറൊരു ടേസ്റ്റ് അല്ലേ ഹോട്ടലത്തെ ഫുഡൊക്കെ ഓക്കെ പക്ഷെ വീട്ടിലെ ഫുഡ് ഇറ്റ്സ് ബെസ്റ്റ് മമ്മ അമ്മനല്ലേ അമ്മനെ ഞാൻ എന്താ വിളിക്കല് എന്ന് കമന്റൊക്കെ ചോദിച്ചിരുന്നു ഞാൻ അമ്മനെ എന്താ വിളിക്കല് ഞാൻ അമ്മയല്ലേ അമ്മ വിളിക്കും എൻ്റെ ഒരു മൂടനുസരിച്ചിട്ടാ ചിലപ്പം അമ്മ വിളിക്കും മമ്മി വിളിക്കും അമ്മ വിളിക്കും ഉമ്മ വിളിക്കും അല്ല അമ്മ പലതും വിളിക്കും മൂടനുസരിച്ചിട്ടാവും ഇത് നല്ല മുമ്പൊക്കെ മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് അമ്മ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഗ്രേവി നല്ല ഉണ്ടാക്കുന്നുണ്ടമ്മ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പനീരിട്ടു ഇനി ഇത് കുറച്ചിനും വിടില്ലമ്മ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 10 മിനിറ്റ് അല്ലേ ലോ ഫ്ലെയിമിലോ ഓക്കെ ഇതിൽ തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പ് ഇടാണ്ടേ അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് വാവ് നല്ല സ്മെല്ലമ്മ കറിക്ക് ഹായ് ഇതിൽ തക്കാളി ഇട്ടിരുന്നിട്ടമ്മ കുറച്ച് മല്ലിച്ചപ്പ് ഇടാണ് कंपनी में अच्छी सब देखते ना तो बोलता अयो എത്രയാ മല്ലിച്ചപ്പ് ഹിന്ദി കറി പക്ഷെ ടേസ്റ്റ് ആണ് ഇത് മല്ലിച്ചപ്പ് ഇട്ട കറിക്ക്
നല്ലൊരു സ്മെല്ല് വരും കേട്ടോ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറിയിൽ. റെഡി ആയിട്ടോ? ഓക്കെ കേട്ടോ. ഓഫാക്കിട്ടോ. ഇനി ഇവിടെ അമ്മ പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട അതിന് വേണ്ടിയിട്ട് അമ്മ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ആട്ട കൊഴിച്ചിട്ടുണ്ടേ. അമ്മ ഞാൻ ചുട്ടരാം. അമ്മ പരത്തിക്കോ കേട്ടോ. ഇങ്ങനെ ഞാൻ ഇവിടെ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ പൊറോട്ട എന്നിട്ട് പറയുന്ന അമ്മ പൊറോട്ട അല്ല പൊറോട്ട. ഇവിടെ അമ്മ പരത്തണം. ബിഹാറി പൊറോട്ട എങ്ങനെ പരത്തുന്നത് കാണിച്ചു തരാം. ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് നാട്ടിൽ പൊറോട്ട കേരളത്തിൽ പൊറോട്ട കിട്ടൂല. ഇങ്ങനത്തെ ഇത് ഈ പൊറോട്ട കേരളത്തിൽ കിട്ടൂല. കേരളത്തെ പൊറോട്ട ഞങ്ങൾ നാട്ടിൽ കിട്ടൂല. ഇവിടുത്തെ പൊറോട്ട ഞങ്ങളെ നാട്ടിൽ കിട്ടൂല. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. തവ കുറച്ച് ചൂടായിപ്പോയി അമ്മ. എനിക്ക് കൈകൊണ്ട് കഴിയൂല അമ്മേൻ്റെ മാതിരി. ഇത് നെയ്യാണ്. നെയ്യിലാണെങ്കിൽ നെയ്യിലുണ്ടാക്കാം, വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ, ഓയിലാണെങ്കിൽ ഓയിൽ. നമ്മളിഷ്ടം. ഇല്ല അമ്മ, ഇത് നല്ലോണം വേവണം. ഒരു സൈഡായി. എന്നിട്ട് ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് കുറച്ചിട്ടുള്ളേ. അധികം ഈ ഓയിലുള്ള സാധനങ്ങളൊന്നും ഏട്ടൻ കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച്. അപ്പോൾ ഫസ്റ്റത്തെ പൊറോട്ട ഇസ് റെഡി. തൊട്ട് ഞാൻ എങ്ങനെ പരത്തും നോക്കി സ്റ്റാർട്ടിങ്ങിന് കാണിച്ചത് നമുക്ക്. അമ്മ അമ്മ എന്താ അമ്മ ചിരിക്കാത്തെ? എന്താ ആലോചിക്കുന്ന അമ്മ? കാട്ടി കൊടുക്ക ആൾക്കാർക്ക് തോന്നുന്നു തോന്നുന്നുണ്ടാവും അങ്ങനെ കൊടുക്കാം. വിമാനിൽ പോയിട്ടൊരു ദിവസം അയ്യോ ഉണ്ട് ഇത് കരി. ബിരിയാണി ഇതെല്ലാവർക്കും ഇഷ്ടാവും. ഇതവിടെ വെക്കമ്മ, പണ്ട് ഇതില് ഇതെല്ലാവർക്കും ഇഷ്ടാവും. നല്ല ടേസ്റ്റിയാ. അപ്പം ഞാൻ എന്തായാലും ഒക്കെ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ രണ്ടിലും ശ്രദ്ധിച്ചാൽ കരഞ്ഞു പോവും. അപ്പോൾ ഗായ്സ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എന്ന് കേട്ടോ. ഇതാട്ടോ ബിഹാറി സ്റ്റൈൽ പൊറോട്ട, ട്രയാങ്കിൾ ഷേപ്പിലുള്ള. പിന്നെ പനീരും പട്ടാണിൻ്റെ കറി. പട്ടാണി അല്ലേ? എന്താണ് ഇതിനറിയോ? ചീമി പനീർ കേട്ടോ. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ചട്നി, കോഴിമുട, മുളക്. അപ്പം ഇതൊക്കെയായിട്ടൊന്നുള്ളത് ഫുഡിന്.
അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. നിങ്ങളും വന്നോളി, നിങ്ങളെയും സ്വാഗതം കഴിക്കാൻ. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കറി. പനീരും പട്ടാണീൻ്റെ കറിയും പിന്നെ പൊറോട്ട. ഞങ്ങളവിടെയല്ലേ ചീമി പനീർ കേട്ടോ പറയാം, സബ്ജി. പട്ടാണിക്ക് ചീമി, പിന്നെ പനീർ തന്നെ കേട്ടോ. ഇന്നില്ലേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. സംഭവം ആകെ ക്ഷീണിച്ചാണ് പരേഡൊക്കെ ചെയ്തിട്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ പോയി ഉറങ്ങും. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോയി ഉറങ്ങട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.